ആ പകർ ഉസ്താദല്ലേ? അതെ. ഉസ്താദിന് സുഖമാണോ? അതെ, അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ്. അതന്നെ നമുക്ക് വേണ്ടി. ഞാൻ ഉസ്താദിന്റെ ചെറിയൊരു ഡൗട്ട് ചോദിക്കാനായിരുന്നു. ഉസ്താദ്, നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി പെരുകുന്നു എന്ന് പലരും പറയുന്നുണ്ട്. അത് സത്യത്തിൽ അങ്ങനെ വല്ല പ്രാമാണികമായിട്ട് രേഖകളുണ്ടോ? അങ്ങനെ സംഭവിച്ചതായിട്ട് കിതാബ് കാണുന്നുണ്ട്. ഏതൊക്കെ കിതാബിൽ ഉസ്താദ് പറയുന്നത്? അത് ഇമാം നാബൽസിയുടെ ജിഹ്ല എന്ന് പറഞ്ഞൊരു കിതാബുണ്ട്. മൂപ്പര് ഇജാസിലേക്ക് യാത്ര ചെയ്തപ്പോ ആ യാത്രയെ സംബന്ധിച്ച് കുദ്സിലേക്ക് യാത്ര ചെയ്തപ്പോ ആ യാത്രയെ സംബന്ധിച്ച് മൂപ്പർക്ക് എഴുതിയ ഒരു കിതാബുണ്ട്, കിതാബ് ജിഹ്ല. അതിന് പറഞ്ഞിട്ടുണ്ട്, അതിന് ഉദ്ധരിച്ചിട്ടുണ്ട് ഇമാം നബഹാനി മൂപ്പര് ജവാഹിറുൽ ബിഹാറിൽ. ഈ രണ്ട് കിതാബിൽ അതുണ്ട്. വേറെ കിതാബിൽ ഈ രണ്ട് കിതാബിലാണ് പറയുന്നത്. ഈ രണ്ട് കിതാബിൽ കണ്ടിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, ഈ ജവാഹിറുൽ ബിഹാറിൽ ഇത് പറഞ്ഞിട്ട് ഇമാം പിന്നെ ഇതിന്റെ നാബിൽസ് പറയുന്നുണ്ട്, ഇതിലൊരു ആശ്ചര്യമൊന്നുമില്ല. അന്നത്തെ റസൂലിന്റെ പിന്നെ ജിസുകൾക്ക്, അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീരവുമായി ബന്ധമുള്ള സാധനങ്ങൾക്ക് അതിന് ആത്മീയമായ അതിന് ജീവുണ്ടല്ലോ, ജീവുള്ള സാധനത്തിന് ഇതിലൊന്നും ആശ്ചര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതെ, റസൂലുള്ളാഹിന്റെ വലുതാകുക എന്നുള്ളതിന് അത്ഭുതപ്പെടാനൊന്നുമില്ല. റസൂലുള്ളാഹിക്ക് മൊയ്സത്തുള്ള നമുക്ക് തർക്കമില്ല. പക്ഷെ അതിന്റെ എനിക്ക് എന്താ ഡൗട്ട് എന്ന് പറയുമോ? അതിന്റെ തുടക്കത്തിൽ നമ്മൾ ഇത്രയും കാലം നമ്മൾ മറച്ചു വെച്ച് വായിക്കുന്നുണ്ട്. എന്താ പറയാ, മൻ ഇൻദഹു ബഅദു ഷറാത്തി നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോ മുടി സൂക്ഷിക്കപ്പെട്ട ഒരാൾ പറഞ്ഞു എന്നാണ്. ആള് മജൂലാണ്. ആയിക്കോട്ടെ, ഇതിപ്പോ ബുദ്ധിമുട്ടാണോ വിഷയം അല്ലല്ലോ. ഇത് അതല്ല, വിശ്വസിക്കാൻ പറ്റാത്ത ഒരാൾ പറഞ്ഞതാണ്, അയാൾ അംഗീകരിക്കാൻ പറ്റാത്ത ആളാണ്. ആയിക്കോട്ടെ, സ്വാഭാവികമായി മുസ്താദെ വിശ്വസിക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ അയാൾ പേര് പറഞ്ഞൂടെ? അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പേര് പറയാതിരിക്കൽ മജൂലായിട്ടൊന്നുമല്ല. അതൊന്നല്ല. ഇത് പറഞ്ഞു, അബൂബക്കർ പറഞ്ഞു ഒരുപാട് പറഞ്ഞാൽ ചരിത്രം തന്നെ പറഞ്ഞു. എന്നോട് ഒരാൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ റജുലുൻ സ്വാലിഹു എന്ന് പറയും. അതും പറയേണ്ട ആവശ്യമില്ല. അത് പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഉസ്താദ് ചോദിക്കട്ടെ, നമ്മളിപ്പോ ഉസ്താദ് കാദർ ഉസ്താദിനടുത്ത് മുടിയുണ്ട് പറഞ്ഞു. മുടിയുണ്ട് എന്ന് പറഞ്ഞു. എവിടുന്ന കിട്ടി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹസ്രജ് എടുത്തത് പറയും. ഏതോ ഒരാൾക്ക് കിട്ടിയെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അങ്ങനെ അല്ലല്ല, ഏതോ ഒരാളെന്നല്ല മുടി സൂക്ഷിക്കപ്പെട്ടവരിൽ നിന്ന് ഒരാൾ, അയാൾ വിശ്വസനാന്നില്ല. അക്ബറു എന്നോട് പറഞ്ഞു. അപ്പൊ ആ ഇന്ത്യൻ പണ്ഡിതന്റെ ബാപ്പാനോട് പറഞ്ഞ വിഷയമാണോ? ആ ഇന്ത്യൻ പണ്ഡിതന്റെ ബാപ്പാനോട് പറഞ്ഞ ആ ഇന്ത്യൻ പണ്ഡിതന് പോലും അയാളെ പേര് നിശ്ചയമില്ല. പേര് നിശ്ചയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾ അഡ്രസ് അറിയുമായിരുന്നെങ്കിൽ അദ്ദേഹം എന്ത് പറയും? നിയമമൊന്നുമില്ല, അങ്ങനെ പറയണല്ലോ. ചോദിച്ചാൽ മാത്രമേ ഇങ്ങോട്ട് പറയേണ്ടതുള്ളൂ. ഉസ്താദ് ചോദിക്കട്ടെ, മൻ ഇൻദഹു ബഅദു ഷറാത്തി എന്ന് പറഞ്ഞ എന്താ അർത്ഥം? മുടി സൂക്ഷിച്ചിരിക്കുന്ന ഒരു ആള് തന്നോട് ചോദിക്കട്ടെ. ആയിക്കോട്ടെ, ആരാണ് ആ ആള്? ആളെ പേര് നിശ്ചയം കഴിഞ്ഞല്ലോ. നമുക്ക് പിന്നെ ആളെ പേര് അന്വേഷിച്ചാൽ മതിയല്ലോ. ആരോ ആവട്ടെ, ആരാണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മുടി സൂക്ഷിച്ച ഒരാളാണ്. ആയിക്കോട്ടെ, ആളെ പേരൊന്ന് പറയാം ഉസ്താദെ, കഴിയോ? ആളെ പറയേണ്ട ആവശ്യമില്ല. ആവശ്യമുണ്ട്. മുൻപ് മഹാനായ ആ ഇന്ത്യൻ പണ്ഡിതന് പോലും അറിയാത്ത ആൾ നിങ്ങൾക്ക് അറിയോ? നിൽക്കറിയണം. മൗലൂമാണ് ആളെ പേര് പറയും. മഅലൂമായ ആളാണ് ആളെ പേര് പറയണം. മഅലൂമാണെങ്കിൽ ആളെ പേര് നിങ്ങൾ പറയണം. ആയിക്കോട്ടെ, മഅലൂമ് മജൂല് അതിലേതാണ്? മഅലൂമ് മജൂല് ഇതിൽ ഏതാ? നിങ്ങൾക്ക് മജൂല, നിങ്ങൾ പറയും ആളെ പേര് പറഞ്ഞാൽ മതി. നമുക്ക് എല്ലാ തർക്കും അവസാനിക്കും. ഉസ്താദിന്റെ മേത്തുള്ള ശൈത്താനും ഇറങ്ങും. ഉസ്താദെ, നിങ്ങളെ മേത്തുള്ള ശൈത്താൻ എല്ലാം ഇറങ്ങും. അതൊന്നും ഇവിടെ പറയണ്ട. ഇത് മാലൂമാണെങ്കിൽ ആളെ പേര് പറയൂ. എനിക്ക് കിട്ടേണ്ടത് ആ മുടി സൂക്ഷിച്ച ആളാണ് അറിയുന്നതാണ്. നമുക്ക് കാലത്തിനെ പറ്റി പറയാം. ഒരു വിശ്വാസമില്ലാത്ത ആളാണെങ്കിൽ പറഞ്ഞൂടെ? അങ്ങനെ യാതൊരു ആവശ്യമില്ല. ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവില്ല. നിങ്ങളിപ്പോ കുണ്ടൂർ ഉസ്താദ് നബീനെ പറ്റി ഒന്ന് സ്ഥിരമായിട്ട് മുനാജാത്ത് നടത്തുന്നത് പറഞ്ഞ ആളാണ്. അപ്പൊ നിങ്ങൾക്ക് അതൊന്നും ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ മുഅ്മിനീങ്ങളെ ആളുകൾക്ക് ആവശ്യമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ പറയുന്നത് അയിമ്മത്തിന് ആവശ്യമില്ല.
അയിമത്ത് ഏത് അയിമത്തിന് ആവശ്യമില്ലാത്ത അയിമത്തിന്റെ പേര് കേട്ട് പറയും. ഇപ്പൊ മൗസൂല് ഇതെന്താ ഇത് മാലൂമാണ് ഇയാളെ പേര് പറയും. ഈ മുനാഫിക്കീങ്ങളെ സംബന്ധിച്ച് ഇറങ്ങിയ ആയത്തിനെ സംബന്ധിച്ച് അല്ലദീനെ കൊണ്ട് ഇബാറത്തിന്റെ ഇയാൾ മുനാഫിക്കീങ്ങളായിട്ട് ബന്ധപ്പെടുത്തങ്ങള് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇയാൾ മുനാഫിക്കായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റിയ ആളാണെന്ന് തോന്നുന്നുണ്ട്. അതെല്ലാം പറയുന്നത് ഈ അല്ലദീനെ കൊണ്ട് ഇബാറത്തിട്ടത് അത് മൗഹൂദിനെ തൊട്ട് ഇബാറത്താണ്, നിശ്ചിത കൂട്ടരെ തൊട്ട് ഇബാറത്താണ് എന്ന് പരിപാടി പറഞ്ഞു കാണും. അതൊന്നല്ല ഇവിടെ തർക്കം. ഈ വ്യക്തി നിങ്ങൾക്ക് അറിയോന്നുള്ള നിങ്ങൾക്ക് അറിയാമോ ഇല്ലയോ അതിന് മറുപടി പറയും. അതിനെ ഈ പറയപ്പെട്ട വ്യക്തിണ്ടല്ലോ ഒരാള് നിങ്ങൾക്ക് അയാൾ അറിയോല്ലേ? അങ്ങനെ നിയമമില്ല. നിങ്ങൾക്ക് അദ്ദേഹത്തെ അറിയുമോ ഇല്ലേ? എന്റെ ചോദ്യം അതല്ല, നിങ്ങൾക്ക് അദ്ദേഹത്തെ അറിയുമോ ഇല്ലേ? അങ്ങനെ ആവശ്യമില്ല. ആവശ്യം നിൽക്കട്ടെ, നിങ്ങൾക്ക് അദ്ദേഹത്തെ അറിയുമോ ഇല്ലേ? ആവശ്യം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ കുണ്ടൂർ മുസ്ലിയാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരമായിട്ട് മുനാജാത്ത് നടത്തലുണ്ട്. നബി നിങ്ങട്ട് വിളിച്ചിട്ടുണ്ട്. വിളിക്കുമ്പോൾ അവിടെ കാന്തപുസ്താദ് എന്താവുണ്ടോ വിളിച്ചത് എന്നൊക്കെ പറയാൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആവശ്യം ഉണ്ടാവില്ല. ഞങ്ങൾ അങ്ങനെയല്ല. കുഞ്ഞികളായ കാളമ്പാടി ഉസ്താദിന്റെ മക്കളായ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ചെറുശ്ശേരി ഉസ്താദിന്റെ മക്കളായ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ആളെ പേരാരാണ്? ഇന്നങ്ങ് പറയൂ. നിങ്ങളല്ലേ ഇത് പ്രചരിപ്പിക്കണം? നിങ്ങളല്ല പറയേണ്ടത്. പ്രചരിപ്പിക്കുന്നവരാണ് പറയേണ്ടത്. വാദിക്കുന്നവരല്ല പറയേണ്ടത്. നിങ്ങളല്ലേ നബ്ഹാന്റെ ഉദ്ധരണി വായിച്ചത് ഞാനാണോ? അപ്പൊ നബ്ഹാന്റെ ഉദ്ധരണി വായിച്ച് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ ആളെ പേര് പറയണം. നിങ്ങളയാൾ പേര് പറയണം. ആ ആളെ പേരെന്താ? പേര് പറയാൻ പറ്റാ ധൈര്യം പേര് പറയും. ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. ആവശ്യക്കാരനാണ്. എനിക്ക് ആവശ്യമുണ്ട്. എനിക്കത് പേരറിയണം. നിങ്ങൾ ഇങ്ങനത്തെ വലാലത്തെ പ്രചരിപ്പിക്കുമ്പോൾ ഞങ്ങൾ ചോദിക്കട്ടെ. വേണ്ട മഹാനാണ്. നബ്ഹാനി ഒരിക്കലും പറഞ്ഞിട്ടില്ല അത് വിശ്വസ്തനായ വ്യക്തിയാണെന്ന് പറഞ്ഞിട്ടില്ല. സുഹൃത്ത് മാത്രമേ ആവശ്യമുള്ളൂ എന്ന് ഇമാം നാബൽസി തന്നെ പറഞ്ഞത് ജവാഹിറിന്റെ 3-ാം വാല്യത്തിലാണ്. ജവാഹിറിലെ 3-ാം വാല്യൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ആധാരങ്ങളും ഒരു സാധനത്തിനും വ്യക്തമായിട്ട് സനദുകൾ കിട്ടിയില്ലെങ്കിൽ തന്നെ അത് ശുഹറത്ത് മാത്രമേ ആവശ്യമുള്ളൂ. വേറെ വ്യക്തമായ സനദിന്റെ നിർബന്ധങ്ങളെ ഇല്ലതുകൊണ്ട് തബറുക്ക് മാത്രമേ വരുന്നുള്ളൂ എന്ന് വ്യക്തമായി ആണയിട്ട് നാബൽസി തന്റെ ജവാഹിറിൽ പറഞ്ഞിട്ടുണ്ട്. നബ്ഹാനി പറഞ്ഞിരിക്കുന്നു ഈ മുടി സൂക്ഷിച്ചപ്പെട്ട ആൾ വിശ്വസ്തനെന്ന് പറഞ്ഞിട്ടുണ്ടോ? സ്വാഭാവികം. അതിന്റെ തുടക്കത്തിൽ ഇന്ത്യയിൽ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ പെരുകി വരുന്നുണ്ട്. ഏതൊക്കെ സ്ഥലം എന്ന് പറഞ്ഞു? അതെ, അത് പിന്നെ